ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണോ? അപ്പോൾ രാവിലെ തന്നെ ഞാൻ കോഴിക്ക് തീറ്റ കൊടുക്കാൻ ഇറങ്ങി. ഇന്ന് തീറ്റ കൊടുക്കാൻ വന്നപ്പോൾ കണ്ട ഒരു അത്ഭുത കാഴ്ചയാണ് ഞാൻ പറയുന്നത്. കുറച്ച് ദിവസങ്ങളായി മുട്ടകളൊന്നും കിട്ടാറില്ല. സാധാരണ മുട്ട കിട്ടുന്നതാണ്. ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് മുട്ട കിട്ടുന്നില്ല എന്ന് ശ്രദ്ധിച്ചു തുടങ്ങിയപ്പോഴാണ് 2 കോഴികൾ ഈ മുട്ടയിടാൻ വേണ്ടി വെച്ചിരിക്കുന്ന പെട്ടിക്കകത്ത് കയറിയിരിക്കുന്നത്. അങ്ങനെ അത് കോഴികളെ പൊക്കി നോക്കിയപ്പോഴാണ് പടച്ചവനെ, ഒത്തിരി മുട്ടയ്ക്കകത്ത് ഈ 2 കോഴികളും കൂടെ കയറിയിരിക്കുകയാണ് സംഭവം. ഈ കോഴികൾ അതിൻ്റെ മേളിൽ കയറി ഇരുന്നത് കൊണ്ട് ഇനി നമുക്കത് പുറത്ത് കൊടുക്കാനും പറ്റില്ല. അങ്ങനെ അതിനെ 2നെയും വെച്ച് വേറെ എടുത്ത് വെച്ച് വിരിയിക്കാനായിട്ട് വെച്ച് കേട്ടോ. അങ്ങനെ പുറത്ത് തീറ്റ കൊടുക്കാനായിട്ട് വന്ന് ഞാൻ തീറ്റ മിക്സ് ചെയ്തുകൊണ്ട് നിന്നപ്പം വല്ലാത്തൊരു കോഴിക്കുഞ്ഞിൻ്റെ സൗണ്ട്, കിയോം കിയോം കിയോം. അത് കേൾക്കുമ്പോൾ തന്നെ മനസ്സിനൊരു സന്തോഷം തരുന്ന സൗണ്ടാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ കോഴിക്കുഞ്ഞുങ്ങളെയൊക്കെ നോക്കിയിരിക്കാനും അവർ കൊത്തി തിന്നുന്നതൊക്കെ നോക്കിയിരിക്കാനായിട്ട്. അങ്ങനെ ഞാൻ ഈ 2 അമ്മക്കോഴികളെയും പൊക്കി അതിനകത്ത് കമ്പ് വെച്ചിട്ട് പൊക്കി നോക്കിയപ്പം ഒരു കുഞ്ഞു മാത്രമാണ് കേട്ടോ വിരിഞ്ഞിരിക്കുന്നത്. അങ്ങനെ ഞാൻ ബാക്കിയുള്ള കോഴികൾക്കൊക്കെ തീറ്റ കൊടുക്കുകയാണ്. അപ്പോൾ ഇതിന് തീറ്റ കൊടുക്കൽ പല പല കൂട്ടിലും നിൽക്കുന്നതുകൊണ്ട് എല്ലാത്തിലും വാരി ഇട്ട് കൊടുക്കണം. എല്ലാത്തിനെയും കൂടെ 2 ഷെഡാണ് ഉള്ളത്. അപ്പോൾ 2-നകത്തും കുറച്ച് കോഴിയുണ്ട്. പിന്നെ ഈ പരസ്പരം കണ്ടുകൂടാത്ത കോഴികളുണ്ടല്ലോ, കൊത്തുകൂടുന്നത്. അപ്പോൾ അതിനെയൊക്കെ ഈ ചെറിയ കുഞ്ഞു കൂടുകളും വേറെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതിനകത്തും കൂടെ ഇടും. അപ്പോൾ തീറ്റയും വെള്ളമൊക്കെ വെച്ച് കൊടുക്കുകയാണ്. തീറ്റ അകത്തോട്ട് വെച്ച് കൊടുത്തോടഞ്ഞ് എൻ്റെ കയ്യിലാണ് കേട്ടോ കയറി കൊത്തുന്നത്. എൻ്റെ കൈയല്ല തീറ്റാന്ന് ആ കോഴിക്ക് കണ്ടറിഞ്ഞൂടെ. ബാക്കിയുള്ള കോഴികളുടെ അടുത്ത് നിന്ന് കൊത്തു കൊള്ളണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ കൂട്ടിലോട്ട് മാറ്റിയിട്ടത്. അപ്പോൾ എൻ്റെ കയ്യിൽ തന്നെ കൊത്തുന്നു. ഇതാണ് പാല് കൊടുത്ത കൈക്ക് എന്നെ കൊത്തുക എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നലെ ഞങ്ങൾ ട്രിപ്പ് പോയപ്പം രാവിലെ തന്നെ കുറച്ച് കൂടുതൽ തീറ്റയൊക്കെ ഇട്ട് കൊടുത്തിട്ടാണ് കേട്ടോ പോയത്. വൈകിട്ട് കൊടുക്കാൻ ഇവിടെ ആളില്ലായിരുന്നു. പിന്നെ അടുത്ത കോഴിയാണ് ഇത്. ഒറ്റക്കണ്ണിയാണ്, കുറേ നാൾ കൊണ്ട് നിൽക്കുന്നു. മുട്ടയിടും കൊത്തി കുടിക്കും, മുട്ടയിടും കൊത്തി കുടിക്കും. ഇതിപ്പോൾ ഇവൾക്കൊരു ശീലമായിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഞാൻ അതിന് കുറച്ച് വെള്ളമൊക്കെ മാറ്റി വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതിനകത്ത് തന്നെ വെള്ളം വെക്കുമ്പം ഇത് വെള്ളമെല്ലാം തട്ടി കമത്തിയിടും. അതുകൊണ്ട് ഗ്രില്ല് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് പുറത്തുകൂടെ കുപ്പിയിൽ വെള്ളം വെക്കുന്ന രീതിയാണ് കേട്ടോ ചെയ്തിരിക്കുന്നത്. പിന്നെ ഈ ഷെഡിനകത്ത് കോഴിക്ക് തീറ്റ കൊടുക്കാനായിട്ട് വരുമ്പം ദാണ്ടെ എൻ്റെ ബേസിനിലോട്ട് ചാടി കയറിയ കോഴിയില്ലേ, ഡെയിലി ഞാൻ തീറ്റ കൊടുക്കാനായിട്ട് രാവിലെ ഈ ഡോറ് തുറക്കുന്നുടനെ ആ സൈഡിൽ വന്ന് നിന്നിട്ട് ചാടി ഈ ബേസിനിലോട്ട് കയറും കേട്ടോ. അപ്പോൾ മറ്റേ കോഴികളൊക്കെ അവിടെ തീറ്റ ഇട്ട് കൊടുത്ത് തിന്നുന്നതിന് മുമ്പേ ആശാൻ ആദ്യം കുറച്ച് തീറ്റ ഇതിൽ നിന്ന് കൊത്തിപ്പറക്കി തിന്ന ശേഷമാണ് പിന്നെ താഴെ ചാടുന്നത്. ആദ്യം വന്ന് കൊത്തി തിന്ന് കുറച്ച് തിന്ന ശേഷമാണ് അങ്ങോട്ട് ചാടുന്നത്. അത് കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. അപ്പോൾ ഞാനതിങ്ങനെ ബേസിൻ പിടിച്ചുകൊണ്ട് നിൽക്കും, അത് കൊത്തി തിന്നോട്ടെന്നും പറഞ്ഞ്. അങ്ങനെ നിൽക്കുമ്പോൾ പെട്ടെന്ന് ചാടി ഇറങ്ങും. പിന്നെയാണ് കേട്ടോ ഞാൻ തീറ്റ വേറെയൊക്കെ പാത്രങ്ങളിലൊക്കെ ഇട്ട് കൊടുക്കുന്നത്. കോഴിക്ക് തീറ്റ കൊടുക്കുന്ന പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടോ. ഇനിയിപ്പം കുറച്ച് മീനുകളെ കാണിച്ചു തരാം. എൻ്റെ മോൻ കനാലിൽ നിന്ന് പിടിച്ചുകൊണ്ട് വന്നതാണ്. ഇത് മൊത്തം നമ്മളിവിടെ മൊയ്യ് എന്നൊക്കെയാണ് പറയുന്നത്, പക്ഷേ മൊയ്യ് മുഷി എന്നൊക്കെ പറയും. അപ്പോൾ ദാണ്ടെ ദോശയാണ് രാവിലത്തെ. അപ്പോൾ അതാണ് പിച്ചി ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. ഞാൻ വീഡിയോ എടുത്തപ്പം എൻ്റെ ഫോണിലെ വെട്ടം ഓണായി, അവിടെ കുറച്ച് ഇരുട്ടായതുകൊണ്ട്. അങ്ങനെ മക്കൾ പറയുന്നുണ്ട്, ഉമ്മാ ലൈറ്റ് ഇട്ടാൽ ഇത് കഴിക്കൂല എന്ന്. പക്ഷേ ലൈറ്റൊന്നും അതിന് പ്രശ്നമാണെന്ന് തോന്നുന്നില്ല. അതിൻ്റെ വിശപ്പ് കൊണ്ട് അത് വന്ന് ദാണ്ടെ കൊത്തി കഴിക്കുകയാണേ. അത് കഴിഞ്ഞപ്പോൾ ഞാൻ അകത്തുള്ള കുറച്ച് ജോലികളൊക്കെ ഒതുക്കുകയാണ്. അപ്പോൾ ഇത് കുറച്ച് ചക്ക ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ചക്കക്കുരു എല്ലാം കൂടെ പറക്കി പാത്രത്തിൽ വെച്ചാണ് കേട്ടോ. പിള്ളേർക്ക് വേവിച്ച് കൊടുക്കാനും വേണ്ടി വെച്ചതാണ്. ഇന്നത്തെ ദിവസം ഞാൻ ജോലിക്ക് പോയില്ലായിരുന്നു. തലേ ദിവസത്തെ ട്രിപ്പിൻ്റെ ക്ഷീണം കേട്ടോ, ശരീരം നല്ല ക്ഷീണമായിരുന്നു. അതുകൊണ്ട് ഞാൻ ജോലിക്ക് പോയില്ല. പിള്ളേരെ സ്കൂളിൽ വിട്ടില്ല. എല്ലാവർക്കും ബോഡി പെയിനും യാത്ര ചെയ്തതിൻ്റെ ഒരു ക്ഷീണം. അങ്ങനെ ദാണ്ടെ കുറച്ച് ഉള്ളിയൊക്കെ ഇരുന്ന് ചീത്തയായിപ്പോയി. ഒന്നുമില്ല, വെറും ചപ്പ ഉള്ളി കേട്ടോ. അങ്ങനെ ഞാൻ അതൊക്കെ എടുത്തൊന്ന് ക്ലീൻ ചെയ്ത് കിച്ചണൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം, തൂക്കണം. അങ്ങനെ കുറേ ജോലികളുണ്ട്. ഞാൻ ഡെയിലി വർക്കിന് പോകുന്നത് കൊണ്ട് തന്നെ വീട്ടിലെ ജോലികളൊക്കെ രാവിലെ ഒരുവിധം ജോലിയൊക്കെ ഒതുക്കിയിട്ടാണ് പോണത്. പിന്നെ ഒതുക്കി പറക്കാനൊന്നും സമയം കിട്ടില്ല. മുറ്റം അതുപോലെ വീട്ടിൻ്റെ പരിസരമൊക്കെ വൃത്തിയാക്കാനൊക്കെ. അങ്ങനെ ഇന്ന് നിന്ന് എല്ലാം ചെയ്യണം എന്നാണ് തീരുമാനിച്ചിരിക്കുന്നത്. എന്തൊക്കെ ചെയ്യാൻ പറ്റും, എന്തൊക്കെ വീഡിയോ എടുക്കും എന്നൊന്നും എനിക്കറിയില്ല. കുറേ ജോലികളൊക്കെ ചെയ്തു, പക്ഷെ അതൊന്നും ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ഇത്രയുമാണ് എൻ്റെ വീഡിയോയിലുള്ളത്. കുറേ ഓലയൊക്കെ കീറി വെച്ചിട്ട് ചൂല് ചീന്താൻ വേണ്ടി വെച്ചിട്ട് ഒത്തിരിയും ദിവസമായിട്ടാണ്. അങ്ങനെ അതെല്ലാം ഇരുന്ന് ചൂലാക്കി. പിന്നെ മുറ്റവും പരിസരവും ഒക്കെ വൃത്തിയാക്കി. ഞങ്ങൾക്ക് കടയുള്ളത് കൊണ്ട് തന്നെ കുറേ സാധനങ്ങളും ചാക്കും കാർട്ടൂണുകൾ പിന്നെ കുറേ കുപ്പികൾ ഒക്കെ അവിടെ ഇവിടെയൊക്കെ കൊണ്ടുവന്ന് അങ്ങ് ഇടും കേട്ടോ. പിന്നെ അതെല്ലാം ഒതുക്കി പറക്കലായിരുന്നേ.
എനിക്ക് വീഡിയോ എടുക്കാനൊന്നും സാധിച്ചിട്ടില്ല. ജോലി ചെയ്യുന്നവർ എന്നും ജോലി ചെയ്തുകൊണ്ടേയിരിക്കും. നമുക്കൊന്നും ഈ ജോലിക്ക് റെസ്റ്റേ ഇല്ല. അതുകൊണ്ട് ജോലി ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ എനിക്ക് ചെറിയ 1-2 വരുമാനങ്ങളും കൂടെ ഉണ്ട്. ഞാൻ ജോലിക്കും പോകുന്നുണ്ട്, ചെറിയൊരു ബിസിനസ്സും ഉണ്ട്. ഇതൊക്കെ ചെയ്താലും ആ ഒരു ചെറിയൊരു വരുമാനം മനസ്സിൽ വല്ലാത്തൊരു സന്തോഷം നൽകുന്ന കാര്യമാണ് കേട്ടോ. അതുകൊണ്ട് ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്തത്. എൻ്റെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ആരെങ്കിലുമൊക്കെ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ എന്തെങ്കിലും ഒരു കമൻറ്റ് എനിക്ക് ചെയ്യൂ. നിങ്ങൾ കമൻറ്റൊക്കെ ഇടുമ്പോഴാണ് നമുക്ക് വീഡിയോസിൽ എന്തൊക്കെ ഉൾപ്പെടുത്തണം, അല്ലെങ്കിൽ നിങ്ങളൊക്കെ എൻ്റെ വീഡിയോ കാണുന്നുണ്ട്, എൻ്റെ മനസ്സിനൊരു സന്തോഷത്തിനും വേണ്ടിയാണ്. പിന്നെ എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയിൽ ഇതിനേക്കാളും കൂടുതൽ കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ചെയ്യാം.